വീണ്ടും നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങളാകുന്ന വിവിധ വലകളെക്കുറിച്ച് ഒരു ധ്യാനം തുടരുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-41 വചനങ്ങൾ. പിന്നെ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പത്രോസിനോടാണ് സംസാരിക്കുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പത്രോസേ, പരീക്ഷയിൽ അകപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നു, നീ അത് കാണുന്നില്ല. അതുകൊണ്ട് അതിൽ കുടുങ്ങാതിരിക്കാൻ വഴിയുണ്ട്. ആ വഴി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. സ്തോത്രം, 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 സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പിശാച് നിന്നെ തകർത്ത് കളയാൻ ഉന്നം വച്ചിരിക്കുന്നു. അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനായിട്ട് ഞാൻ നിന്നെ ഇപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ആവശ്യബോധത്തിലേക്ക് തട്ടി ഉണർത്തുകയാണ്. ഈ പവർ വിഷനിൽ നിന്ന് ഇത് കേൾക്കുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതായിട്ട് ഈ വചനത്തെ കാണുക. പക്ഷേ പത്രോസ് അതിനെ ഗൗരവമായിട്ടെടുത്തില്ല എന്ന് ഞാൻ തിരുവെഴുത്തിൽ നിന്ന് കണ്ടത് താങ്കളോട് പറയട്ടെ. ലൂക്കോസ് 22-ാം അധ്യായം 31-ാം വാക്യം മുതൽ. ലൂക്കോസ് 22-ാം അധ്യായം 31-ാം വാക്യം മുതൽ. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. പത്രോസേ, പത്രോസേ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ പദ്ധതിയിട്ടിരിക്കുന്നു. അങ്ങനെ പാറ്റുമ്പോൾ കനക്കുറവുള്ളതെല്ലാം തെറിച്ചു പോകും. നീ തെറിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ ഇച്ചിരിയുടെ സമയമെടുക്കണം. എന്നാൽ ഓവർ കോൺഫിഡൻസ് എന്ന ഒരു വല്ലാത്ത കുടുക്ക് ഇവന്റെ മേൽ വീണ് കിടക്കുകയാണ്. നോക്കൂ അവന്റെ മറുപടി. പത്രോസ് കർത്താവിനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ അങ്ങേയറ്റവും മനസ്സിലായി എനിക്ക്. പിശാച് എന്നെ പാറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിൽ നിന്ന് പോകുമെന്നല്ലേ, ഞാൻ കർത്താവിനെ വിട്ടുപോകുമെന്നല്ലേ, ഞാൻ കൃപയിൽ നിന്ന് വീണു പോകുമെന്നല്ലേ. നടക്കില്ല കർത്താവേ, നടക്കില്ല. എന്നോടാണോ കളി? ഞാൻ നിന്നോടുകൂടെ ജയിലിൽ വരാൻ തയ്യാറാണ്, അല്ല മരിക്കാനും തയ്യാറാണ്. അപ്പൊ പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? കർത്താവിനുള്ളിലൊരു ചിരി വന്നു. പക്ഷെ ചിരിക്കാവുന്നൊരു സമയമല്ല. ക്രിസ്തീയ സഭയുടെ താക്കോല് പിടിച്ചിരിക്കുന്ന ചെറുക്കനായത്, യൗവനക്കാരനാണ്. കർത്താവ് ഉള്ളിൽ ചിരിച്ചു. പത്രോസേ, നീ എന്നെ അറിയുന്നില്ലെന്ന്
3 വട്ടം തള്ളിപ്പറയുന്ന ഒരു സമയം ഉടനെ വരും. കണ്ടോ? അതെല്ലാം സംഭവിച്ചു. പിന്നെ അവൻ കണ്ണീരും കയ്യുമായിട്ട് അലമുറയിട്ട് കരഞ്ഞു. അന്ന് പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട് പിന്നെ പലിശ തീർത്ത് പ്രാർത്ഥിച്ചു അവൻ ശുശ്രൂഷയിലേക്ക് മടങ്ങി വന്നു. പിശാചിൻ്റെ വലകൾ പലതരമാണ്. അതിൽ നാം വീഴാതിരിക്കുവാൻ കർത്താവിലേക്ക് നോക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.